പരസ്യമായി മദ്യപിക്കുന്നത് തെറ്റോ ശരിയോ ആവട്ടെ, ഇങ്ങനെ മദ്യപിക്കുന്നവരിൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ഗൗരവമേറിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരം പിടിച്ചുപറിക്കാരുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും കേന്ദ്രമായിട്ട് നാളുകളേറെയായി. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശം സാമൂഹ്യവിരുദ്ധർക്ക് താവളമാകുമ്പോൾ ഇതുവഴി പോകുന്ന യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്നു. പരസ്യമായി മദ്യപിച്ച് ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന തരത്തിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാഴ്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ ഈ ഊടുവഴി തന്നെ ശരണം. എന്നാൽ ഇവിടെ താവളമടിച്ചിരിക്കുന്നത് അനാശാസ്യ പ്രവർത്തകരും പോക്കറ്റടിക്കാരുമാണെന്ന് പോലീസിന് പോലും അറിയാം. എന്നിട്ടും യാതൊരു പരിശോധനയും നടത്തുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഫലമായി സാമൂഹ്യവിരുദ്ധരുടെ എണ്ണം വർദ്ധിക്കുന്നു. കുറ്റിക്കാടുകൾക്കിടയിൽ നടക്കുന്ന സംഗതികൾ മേൽപ്പാലത്തിന് മുകളിൽ നിന്നാൽ വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ ഇതൊന്നും നിരീക്ഷിച്ച് നടപടിയെടുക്കാൻ പോലീസിന് സമയമില്ലാത്തതിനാൽ പരസ്യമായി മദ്യപിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ടെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ മദ്യം കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തൊട്ടടുത്തുള്ള ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും വാങ്ങുന്ന മദ്യം ഇവിടെ ആരോരും അറിയില്ലെന്ന ധാരണയാൽ ഉപയോഗിക്കുന്നു. മദ്യത്തിൻ്റെ വീര്യം ദീർഘനേരം അനുഭവിക്കാൻ പെപ്സിയാണ് മിശ്രിതമായി ചേർക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ട മലയാളിയുടെ പൊതുചിഹ്നമായി പരസ്യമദ്യപാനം മാറിയെങ്കിലും വിദ്യാർത്ഥികളും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥികളായതുകൊണ്ടും ഇവരുടെ ഭാവി നശിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് ഓർത്തതുകൊണ്ടും മാത്രം ഇവരുടെ മുഖം വ്യക്തമാക്കുന്നില്ല. പഠിക്കാനുള്ള കുട്ടി തൻ്റെ അക്കാഡമിക് ജീവിതം പോലും ലഹരിയിലാറാടി നശിപ്പിക്കുന്നതിലൂടെ ഒരു തലമുറയുടെ ഭാഗധേയമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരം വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടി കേസെടുക്കുന്നതിന് പകരം കൗൺസിലിംഗ് പ്രക്രിയയ്ക്ക് കൊണ്ടുപോയി മദ്യപിക്കാനുള്ള ആസക്തിയെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ദൃശ്യം പകർത്തിയ ഷൈജു ചാവശ്ശേരിക്കൊപ്പം റംഷീദ് ഇല്ലിക്കൽ, കണ്ണൂർ വിഷൻ.